السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ മഹത്തായ വോയിസ് കേട്ട്, ഈ സന്ദേശം കേട്ട് ആത്മാർത്ഥമായി അമല് ചെയ്യുന്ന, ദുആ ചെയ്യുന്ന ഒരുപാട് ഉമ്മമാർ, ഒരുപാട് രക്ഷിതാക്കൾ, എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിലുണ്ട്. സർവശക്തനായ അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീർത്ത് ഒരു മനസ്സമാധാനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി തങ്ങളെ ദുആ ചെയ്യണം. ഉമ്മ, കുടുംബക്കാര്, ബന്ധുക്കള്, കൂട്ടുകാര്, സുഹൃത്തുക്കള്, കൂടപ്പിറപ്പുകൾ, ഒപ്പം പഠിച്ചവർ തുടങ്ങി ഒരുപാട് ആളുകൾ വിശാലമായ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിലുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെ അറിയിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ട് കൊടുക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ഇന്ന് ചെറിയ വളർന്നു വരുന്ന കുട്ടികളിൽ പോലും കളിയുടെ മത്തിലാണ്, കളിയുടെ ഒരവസ്ഥയിലാണ്. കളിക്കണം, ആ കളിയുമായിട്ട് കുട്ടികൾ ലയിക്കണം. കുട്ടികളുടെ ബുദ്ധിക്കും ആരോഗ്യത്തിനും എല്ലാവർക്കും നല്ലതാണ് കളി. ആ കളിയെ ഞാൻ ഒരിക്കലും നിസ്സാരമാക്കുകയല്ല, നിഷേധിക്കുകയല്ല. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിന് ബെറ്റടിക്കാനും പന്തയം വെക്കാനും അതിനു വേണ്ടി ആവേശമായി ബോർഡുകൾ സ്ഥാപിക്കാനുമൊക്കെ നട്ടപ്പാതിരാ സമയത്ത് നമ്മളെ ചെറുപ്പക്കാർ മുന്നോട്ട് വരുമ്പോൾ അതിനെ എതിർക്കുന്ന, ആ വിഷയം പറയുന്ന ആളുകൾ, അതുമായിട്ട് പ്രഭാഷണം നടത്തുന്നവരെ പറ്റ മോശമാക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഒരു തലപ്പാവ് ധരിച്ച ആളും ഒരു ഉസ്താദും ഒരു തങ്ങളും ഒരാളും കളി എതിർക്കുകയില്ല. ഈ പറയുന്ന ഞാനടക്കം എൻ്റെ ദർസിൽ കളി മത്സരങ്ങൾ നടത്താറുണ്ട്, ഫുട്ബോൾ ടൂർണമെന്റ് നടത്താറുണ്ട്. അതിലൊക്കെ നമ്മൾ ആവേശം നൽകാറുണ്ട്. പക്ഷേ അതിര് കവിഞ്ഞു പോയാൽ എല്ലാം മറക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മളുടെ ചുറ്റുപാടുകളെത്തും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കോടിക്കണക്കിന് രൂപ നടത്തിപ്പുകാർക്ക് ലാഭവും കളിക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും സോഷ്യൽ മീഡിയകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിനും കോടിക്കണക്കിന് ലാഭമുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ കവലകളിലും അങ്ങാടികളിലും പാതിരാ സമയത്തുറക്കൊഴിഞ്ഞ് അതിനുവേണ്ടി സിന്ദാബാത്ത് വിളിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ സമയം വെറുതെ പോകുന്നു എന്നുള്ളതാണ്. ആവേശങ്ങൾ നല്ലതാണ്, അതൊന്നും അതിര് കടക്കരുത് എന്നാണ് വളരെ സ്നേഹത്തോടുകൂടെ ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ഏത് സമയത്താണ് പടച്ച റബ്ബ് നമ്മളെ വിളിക്കുക എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവിന്റെ സാബിഖായ ഖലാ വന്നാൽ
നാം ഒക്കെ പോവേണ്ടവരാണ്. അള്ളാഹു വിളിച്ചാൽ ഒരല്പകാര്യം ഞാൻ ചെയ്തിട്ട് വരാമെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, ഒരല്പസമയം അങ്ങ് പിന്തിച്ചിട്ടാൽ ഞാൻ സദഖ ചെയ്തോളാം, അമൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയുമ്പോൾ ഒരല്പസമയം പോലും അള്ളാഹു നമ്മുടെ ഈ ഭൂമി ലോകത്തേക്ക് വിട്ടുതരില്ല എന്നോർക്കണം. അള്ളാഹുവിന്റെ സാബിഖായ ഖലാ വന്നാൽ നമ്മളൊക്കെ പോവേണ്ടവരാണ്. പോകുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ പോകാൻ കഴിയണം. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക? ഈ ലോകം എന്ന് അവസാനിക്കുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, മോനെ, ഖിയാമത്ത് നാളിന് വേണ്ടി, മരണത്തിന് വേണ്ടി എന്താണ് നീ ഒരുക്കി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാ മനുഷ്യൻ കരഞ്ഞു പോകുന്നു. പടച്ചോനെ, ഞാനൊന്നും ഒരുക്കിയിട്ടില്ലല്ലോ, എൻ്റെ അടുത്തൊന്നുമില്ല, ഒരമല് പോലുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഗൾഫിലേക്ക് ഒരു മനുഷ്യൻ പറന്നു പോകുമ്പോൾ അവന്റെ കയ്യിൽ ടിക്കറ്റ് ഒക്കെ ആവണം, അവന്റെ കയ്യിൽ വിസയൊക്കെ ആവണം. അങ്ങനെയാണ് ഒരു ഗൾഫിലേക്ക് ഒരു മനുഷ്യൻ പറക്കുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, മരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളുടെ കടലാസ് ശരിയാക്കാനുള്ള ഒരു ധൃതിയിലാവണം നമ്മളൊക്കെ ഉണ്ടാവേണ്ടത്. ഏതാ നമ്മളെ കടലാസ്? നമ്മുടെ നിസ്കാരങ്ങൾ, അമലുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പൊതിഞ്ഞിട്ട് ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാകില്ല. ആ സമയത്താണ് സന്തോഷം വേണ്ടത്. ആഖിറമെന്ന് പറയുന്ന ലോകത്തേക്ക് വല്ലതും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ആ ഒരു വിസയാണ് നമ്മൾ ശരിപ്പെടുത്തേണ്ടത്. ആ വിസ നമ്മൾ ശരിപ്പെടുത്തിയാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയും. അതാണ് സ്വഹാബത്തുൽ കിറാം, ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൊട്ടിക്കരഞ്ഞിട്ട് അപേക്ഷിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ ഞങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല, ഇവിടെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളില്ലെങ്കിൽ ടെൻഷനുകളില്ല. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിലൊന്ന് കടന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞുപോയ സ്വഹാബത്തുൽ കിറാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവരൊക്കെ ആഗ്രഹിച്ചത് ലോകത്തോട് വിട പറയാൻ സമയത്ത് ഖദീജ ബീവി ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഖദീജ ബീവി അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെല്ലാമായിരുന്ന ഖദീജ ലോകത്തോട് വിട പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നു. റസൂലുള്ളാഹി തങ്ങൾ സങ്കടപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ സങ്കടപ്പെടുന്നു. ആ സമയത്ത് ഖദീജ റസൂലുള്ളാഹി തങ്ങളെ കൈപിടിച്ചിട്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പോവുകയാ, എനിക്കൊരു 3 കാര്യങ്ങൾ ചെയ്തു തരണം. ദുനിയാവിൽ നിന്ന് അവസാനമായി പറയാനുള്ളത് ഒരു 3 കാര്യമാണ് യാ റസൂലല്ലാഹ്. ആരംഭപ്പൂവായ മുത്തൊളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഖദീജ, എന്താണ് ദുനിയാവിന്റെ ആഗ്രഹമുള്ളത്? ദുനിയാവിൽ നിന്ന് ചോദിക്കാൻ എന്താണുള്ളത്? ആ സമയത്ത് ഖദീജ ബീവി പറയുന്നു,
അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങ് കണ്ണടച്ചു പോയാൽ, ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ കരയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീബി രണ്ടാമതായി ചോദിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ റസൂലേ, എന്നെ കഫൻ ചെയ്യുന്ന സമയത്ത് അങ്ങയുടെ ശരീരത്തിൽ ധരിച്ച ഒട്ടിപ്പിടിച്ച കഷ്ണം എൻ്റെ ശരീരത്തിൽ വെക്കണം യാ റസൂലല്ലാഹ്, എൻ്റെ കഫൻ പുടയിൽ വെക്കണം യാ റസൂലല്ലാഹ്. ഖദീജ ബീവി കരയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ കരയുന്നു. മൂന്നാമതായി ഖദീജ ബീവി പറയുന്നത്, എന്നെ കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ച് നിസ്കാരം കഴിഞ്ഞ് ആ മണ്ണറയിലേക്ക് എടുത്തു വെക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് ഖബറിലേക്ക് ഇറങ്ങണം, എന്നിട്ട് എൻ്റെ മയ്യത്ത് പിടിക്കണം, എന്നിട്ട് എൻ്റെ മയ്യത്ത് തായോട്ട് വെച്ചിട്ട് തലയിൽ കെട്ടിയ കെട്ടഴിച്ച് കവള് മണ്ണിനോട് ചേർത്തു വെക്കേണ്ടത് നബിയേ നിങ്ങളാ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ മൂന്ന് വസിയത്തും പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാമായിരുന്ന റസൂലുള്ളാഹി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന ഖദീജയുടെ വേർപാട് ചിന്തിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ആഗ്രഹിച്ചത് ആഖിറ ലോകത്തേക്കുള്ള നന്മകളാ. വിശാലമായ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിൽ എന്നെ കൊണ്ടുപോയി വെക്കുമല്ലോ, അവിടെ എനിക്ക് രക്ഷ വേണ്ടത് മുത്തുനബിയാ, ആഖിറ ലോകത്ത് എനിക്ക് രക്ഷ വേണ്ടത് റസൂലാ എന്ന് ചിന്തിച്ച് കരഞ്ഞ സ്വഹാബത്തും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ടവരും നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ എന്തു പറഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് പോവുക? നമ്മളെ കയ്യിലൊന്നുമില്ല, അമലുകളും ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളുമില്ല. നമ്മളെ വിസ എന്ന് പറയുന്നത് നമ്മളെ കയ്യിലൊന്നുമില്ല, അത് ശരിയായിട്ടില്ല. നമ്മളെ വിസ ക്യാൻസലാകുമോ എന്നാ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആഖിറ ലോകത്തേക്ക് പണിയെടുക്കാൻ നാം ഒക്കെ തയ്യാറാവണം. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ. മോനെ, ദുനിയാവിൽ ഇനിയൊരു വിദേശിയെ പോലെയാണ്, വഴിയാത്രക്കാരനെ പോലെയാണ്. നടന്നിങ്ങനെ പോകുന്ന സമയത്ത് താൽക്കാലികമായ ഒരു വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുമ്പോൾ ആ വെയിറ്റിംഗ് ഷെഡിലെ ബസ് വന്നാൽ, അവിടേക്കുള്ള ബസ് വന്നാൽ അവരങ്ങ് കയറിപ്പോകും. വീണ്ടും ആ വെയിറ്റിംഗ് ഷെഡിൽ ആളുകൾ വരും, അവരെ വണ്ടി വന്നാൽ അവരങ്ങ് കയറിപ്പോകും. വീണ്ടും ആ വെയിറ്റിംഗ് ഷെഡിൽ ആള് വരും, അവരെ വണ്ടി വന്നാൽ അവരങ്ങ് കയറിപ്പോകും. അതുപോലെയാണ് മനുഷ്യൻ. ഇദാ അംസൈത ഫലാ തൻതളിരിസ് സ്വബാ ഫഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. ആലോചിച്ച്, എത്ര നല്ല വാക്ക്, എത്ര നല്ല വാക്കാണ്, എത്ര നല്ല വാക്കാണ്. വൈകുന്നേരമായാൽ നേരം പുലരുമെന്ന ഒരു പ്രതീക്ഷ നമുക്കില്ല. വൈകുന്നേരമായാൽ പടച്ചോനെ നേരം വെളുക്കോ, ഞാൻ കിടന്നുറങ്ങിയാൽ പുലരുന്ന സമയത്ത്, സുബഹിന്റെ സമയത്ത് ഭാര്യ വന്ന് വിളിക്കുമ്പോൾ എൻ്റെ കൈയിളകുന്നില്ല, കാലിളകുന്നില്ല, ശരീരം ഇളകുന്നില്ല, ഞാൻ മരണപ്പെട്ടു പോയി. ഇതല്ലേ നമ്മുടെ അവസ്ഥ? എത്ര ആളുകളാണ് സന്തോഷത്തോടുകൂടെ രാത്രി നല്ല ഭക്ഷണം കഴിച്ച് ഭാര്യയോട് വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടുകൂടെ ബെഡ്റൂമിലേക്ക് പോയിട്ട് ഉറങ്ങിയ, നേരം പുലരുമ്പോൾ ഭാര്യ വന്ന് വിളിക്കുമ്പോൾ മരണപ്പെട്ടു പോയി. എത്ര എണ്ണ നമ്മൾ കേൾക്കുന്നത്? ഒരു പ്രതീക്ഷയില്ല, സൈലന്റ് അറ്റാക്ക്. രണ്ടാമതായി പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വൈദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. നേരം പുലർന്നാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷയില്ല. രാവിലെ വീട് വിട്ടിറങ്ങിയവനാ,
മോണ കാട്ടി ചിരിക്കുന്ന പൈതലിന്റെ കവിളത്തുമ്മ വെച്ച് വീട് വിട്ടിറങ്ങിയവൻ വൈകുന്നേരം വരുന്നത് കഫൻപുടയിൽ പൊതിഞ്ഞിട്ട് ആംബുലൻസിൽ വീട്ടിലേക്ക് മയ്യത്തിറക്കി വെക്കുക. പടച്ചോനെ, അല്ലാഹ് അതിൽ ഞങ്ങളെ പെടുത്തല്ലേ, അല്ലാഹ് അതിൽ ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആക്സിഡന്റ് മരണങ്ങൾ പെരുക്കണം. എന്താ സംഭവിച്ചു? ആക്സിഡന്റിൽ മരിച്ചുപോയി. എന്താ സംഭവിച്ചത്? അത് വാർപ്പിന്റെ മുകളിൽ നിന്ന് തായോട്ട് വീണ് മരണപ്പെട്ടു പോയി. പെട്ടെന്ന് വാട്സപ്പിലൂടെ ഈ സന്ദേശങ്ങളല്ലേ നമ്മളിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതീക്ഷയും നമുക്കില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് പറയാം. എന്താ പറയണത്? പടച്ചോനെ, രോഗം വരുന്നതിന്റെ മുമ്പ് ആഫിയത്തുള്ള സിഹത്തുള്ള കാലം മുതലാക്കാൻ ഒന്ന് സൂക്ഷിക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ. നിസ്കരിക്കാൻ കഴിയുന്നില്ല, പള്ളിയിലേക്ക് പോവാൻ കൊതിയുണ്ട്, ജമാഅത്തിൽ പങ്കെടുക്കാൻ കൊതിയുണ്ട്, നടക്കാൻ കഴിയുന്നില്ല, ഷുഗർ കൂടിയിട്ട് കണ്ണിന് കാഴ്ചയില്ല. നല്ല സുജൂദ് ചെയ്തിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യാൻ കൊതിയുണ്ട്, പക്ഷേ ആരോഗ്യം സമ്മതിക്കുന്നില്ല. ഡോക്ടർമാര് വീട്ടിൽ വിഷമമാ പറയുന്നത്. മോനെ, ഇങ്ങനത്തെ ഒരു സമയം വരാനുണ്ട്. അതുകൊണ്ട് സിഹത്തുള്ള കാലമുണ്ടല്ലോ, ആഫിയത്തുള്ള കാലം, നടക്കുന്ന പ്രായമുള്ള സമയം. ആ സമയത്ത് അല്ലാഹനെ പേടിച്ചുകൊണ്ട് നിസ്കാര അമലുകൾ ചെയ്തോ. ഏത് രോഗിന്റെ മുമ്പിലേക്ക് പോകുമ്പോഴും അവൻ കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കാ, പടച്ചോനെ തങ്ങളെ, ഒന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു, ഒന്ന് പള്ളിയിൽ പോകാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു, എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ വലിയ സന്തോഷമായിരുന്നു. നല്ല സിഹത്തുള്ള സമയത്ത് ചെയ്താൽ ആ സമയത്ത് ഓർത്തിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരയാം. രണ്ടാമതായി പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒമിൻ ഹയാത്തിക്കലി മൗതിക, മരിക്കുന്നതിന്റെ മുമ്പ് ഹയാത്തുള്ള കാലം. ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, അവൻ മെല്ലെ മെല്ലെ ജീവിതം തുടങ്ങുകയാണ്. അവൻ മെല്ലെ നടക്കുന്നു, അവൻ വീണുപോകുന്നു, കരുതലായി ഉമ്മ കൂടെയുണ്ട്. അങ്ങനെ അവൻ വലുതായി വന്നു. അവന്റെ യുവത്വവും അതുപോലെ വാർദ്ധക്യമൊക്കെ കഴിഞ്ഞ് അവൻ മരണപ്പെടുന്നൊരു സമയമുണ്ട്. അവിടെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയങ്ങളൊക്കെ നാളെ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കും. എല്ലാം അല്ലാഹു ചോദിക്കും. ഓരോരോ നിമിഷവും ഈ പറയുന്ന എന്നോട് ചോദിക്കും, ഈ കേൾക്കുന്ന നമ്മളോടെല്ലാവരോടും ചോദിക്കും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നാം ഉത്തരം പറയണം. ഒരു സമയത്ത് ഞാനിങ്ങനെ എൻ്റെ റൂമിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് വാതിൽ മുട്ടുകയാണ്, കതക് മുട്ടുകയാണ്. രാത്രിയാണ്, നട്ടപ്പാതിരാ സമയമാണ്. ഞാൻ ആ മനുഷ്യനുക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അയാൾ കരയുകയാണ്, വല്ലാതെ കരയുകയാണ്. ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ അയാൾ തേങ്ങി കരയുകയാണ്. ഞാൻ ചോദിച്ചു, ഈ പാതിരാ സമയത്ത് എന്തു പറ്റി? ഞാൻ അറിയുന്ന ആളാണ്, 5 വക്തും പള്ളിയിലേക്ക് വരുന്നൊരു മനുഷ്യനാണ്. ഹാജിയോട് ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ആ സമയത്ത് ഹാജി പറഞ്ഞതെന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഞെട്ടലോടുകൂടെയാണ് കേൾക്കേണ്ടത്. ഞാൻ ഉസ്താദെ എൻ്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഞാനൊരു സ്വപ്നം കണ്ടത്. ഞാനങ്ങ് മരണപ്പെടുന്നു. എന്നങ്ങ് ആളുകൾ കുളിപ്പിക്കുന്ന രംഗമാ കാണുന്നത്. എന്നിട്ട് എന്നെ മറവ് ചെയ്യുന്ന രംഗം ഞാൻ കാണുകയാണ്. ആ സമയത്ത് ഞാൻ പള്ളിയിലേക്ക് ഓടിയതാണ്. ഞാനെങ്ങാനും മരണപ്പെട്ടു പോയാൽ, ഞാനെങ്ങാനും കണ്ണടച്ചു പോയാൽ
നാളത്തെ രാത്രി നട്ടപ്പാതിരാ സമയത്ത് പള്ളിപ്പറമ്പിലാണല്ലോ. ഞാൻ ആ പള്ളിപ്പറമ്പ് കാണാൻ വേണ്ടി വന്നതാ ഉസ്താദേ. പള്ളിപ്പറമ്പിലേക്ക് അങ്ങ് നോക്കുമ്പോൾ ഇരുട്ടറയാണ്, പേടി വരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇപ്പൊ സുഖമായി കിടന്നുറങ്ങുക. ആ മനുഷ്യനിക്ക് സമാധാനമില്ല. പടച്ചോനെ, ഈ പള്ളിപ്പറമ്പിൽ നട്ടപ്പാതിരാ സമയത്ത് ഞാൻ ഒറ്റയാകുന്നൊരു സമയം വരാനുണ്ട് എന്ന് ചിന്തിക്കാൻ ആ മനുഷ്യനിക്ക് തയ്യാറായത് പടച്ചോനെ ഒരൊറ്റ സ്വപ്നമാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലാഹ് ഖബറിലേക്ക് അങ്ങെടുത്തു വെക്കുന്ന സമയം, ആഖിറ ലോകത്തേക്ക് പോകുന്ന സമയം, നാളെ മഹ്ശറയിൽ കൂടുന്ന സമയം, സിറാത്ത് വിട്ടുകടക്കുന്ന സമയം, അല്ലാഹ് കത്തിക്കരിയുന്ന ഭീകരമായ ഗർജിക്കുന്ന പേടിയാകുന്ന നരകമുണ്ട്. അപ്പുറത്തോ സ്വർഗമാണ്. സന്തോഷത്തോടുകൂടെ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മളുടെ മുമ്പിലേക്ക് വരാൻ കൊതിക്കുന്നത്, അതെല്ലാം കിട്ടുന്ന സ്വർഗത്തിൽ കടന്ന് അല്ലാഹുവിന്റെ ലിഖാഇനെയും ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണവും കാണാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് പടച്ച തമ്പുരാൻ നല്ല മനസ്സോടുകൂടെ നല്ല റാഹത്തോടുകൂടെ ജീവിച്ച് കണ്ണടക്കുമ്പോ ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറച്ചത്തിൽ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളുണ്ട്, അല്ലാഹു പരിപൂർണമായ കാമിലായ ആജിലായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറിന്റെ വഴി തുറന്നിട്ട് കൊടുക്കുമാറാവട്ടെ. ഞങ്ങളെ ദർസിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. ആഖിറത്തിൽ വിജയം അല്ലാഹു നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.